Dear students, very good morning all. All are welcome to Business Management new video classroom. In this video, we are going to discuss two topics, that is centralization, decentralization and departmentation. Then what do you mean by centralization and also what do you mean by decentralization? Let's go. What do you mean by centralization and decentralization? What is the meaning of centralization and decentralization? Both are the basic function of management. Centralization and decentralization is the basic function of management. Then what do you mean by centralization? It refers to retention and concentration of authority. Retention and concentration of authority of decision making at higher or top levels of management. Decision making ചെയ്യുവാനുള്ള decision making ഇനുള്ള authority top level management or higher level മാനേജ്മെന്റിൽ വെസ്റ്റ് ചെയ്യുന്നതാണ് ഏത് സെൻട്രലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് എക്സിക്യൂട്ടീവിൽ അല്ലെങ്കിൽ ഹയർ ലെവൽ അതോറിറ്റീസിൽ ആ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുവാനുള്ള പവർ അല്ലെങ്കിൽ അത് റീടെൻഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൽ മാത്രമാണെങ്കിൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രലൈസേഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് എന്ന് ട്രീറ്റ് ചെയ്യുന്നത്. റിട്ടൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്, റിട്ടൻഷൻ ചെയ്യുന്നത് അറ്റ് ഹയർ ഓർ ടോപ്പ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രലൈസേഷൻ എന്ന് പറയുക. ഇറ്റ് മീൻസ് ദ മെജോറിറ്റി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആരായിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ദെൻ വാട്ട് യു മീൻ ബൈ ഡീസെൻട്രലൈസേഷൻ? അപ്പോൾ എന്തായിരിക്കും ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് എഫേർട്ട് ടു ഡെലിഗേറ്റ് ടു ദ ലോവസ്റ്റ് ലെവൽ. Systematic effort to delegate to the lowest levels all authority. Delegate to the lowest level all authority except that which can only be exercised at the central points. ഇപ്പോൾ ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിക്ക് എടുക്കുവാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ഒഴികെ ബാക്കി എല്ലാ അതോറിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഇവന്റും ലോവർ ലെവൽസിലേക്ക് എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ എക്സൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇവന്റ് മാത്രം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുകയും റിമൈനിങ് പാർട്ട് എല്ലാം എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും ടു ദ ലോവസ്റ്റ് ലെവൽ അതായത് ഏറ്റവും താഴെ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. അത് ഡെലിഗേറ്റ് ചെയ്യലാണ് ഏത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അധികാര കൈമാറ്റങ്ങൾ താഴെ ലെവലിലേക്ക് പോകുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യയിലെ പാർലമെന്റിലെ രാജ്യസഭ അഥവാ ലോക്സഭ എന്ന് പറയുന്ന രണ്ട് സഭകൾ കൂടി ചേർന്നെടുക്കുന്ന തീരുമാനം, ദെൻ അത് സ്റ്റേറ്റ് ലെവലിലേക്ക് തന്നാൽ എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിയമസഭ. ഓക്കെ, നിയമസഭയിൽ നിന്നും വീണ്ടും അത് ഡീസെൻട്രലൈസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു അതോറിറ്റി ഉണ്ടാവും. ദെൻ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, സബ് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്നു. സബ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് പിന്നെ എവിടേക്കാണ് പോകുന്നത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അധികാരം എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം പഞ്ചായത്തിന് അല്ലെങ്കിൽ കോർപ്പറേഷന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നതാണ് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്.
അതേസമയം ഒരു രാജ്യഭരണം, എന്താ പറയുക, രാജാവിന്റെ ഒരു ഭരണമാണ് നടക്കുന്നതെങ്കിൽ എന്താ ചിരിക്കുക, രാജാവാണ് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത്. അത് സെൻട്രലൈസേഷൻ പ്രോസസ്സാണ്. എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ടോപ്പ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രലൈസേഷൻ പ്രോസസ്സും, ദെൻ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം. അപ്പൊ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റിന്റെ പ്യൂർ അതോറിറ്റി ഉള്ള, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനും വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത, ഇപ്പൊ ഡിഫൻസ് സെക്ടർ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഡിഫൻസ് സെക്ടർ, അതുപോലെ റെയിൽവേ, ഇപ്പോൾ പ്യൂർലി റെയിൽവേ പ്രൈവറ്റ് അണ്ടർടേക്കിംഗിലേക്ക് കടന്നു വരുന്നുണ്ട്. ദെൻ അത് പൂർണ്ണമായും പ്രൈവറ്റൈസേഷൻ ആവുന്നത് വരേക്കും എന്താണ്, ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ പ്യൂർ കൺട്രോളിലാണ് ഡിഫൻസ് സെക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഡിഫൻസ് സെക്ടറിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്നുണ്ടോ അത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ്. അത് അവിടെയാണ് സെൻട്രലൈസേഷൻ പ്രോസസ്സ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിമൈനിങ് പാർട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ദെൻ അത് ഒഴികെയുള്ള ബാക്കി ഏത് പാർട്ടിലും എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ഭാഗത്തേക്കും അതുപോലെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്ന് പറയുന്ന സെക്ടറിലേക്ക് കൈമാറ്റം ചെയ്തു. ഇതാണ് സെൻട്രലൈസേഷൻ അഥവാ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ്. ഇപ്പൊ നമ്മുടെ കോളേജിലേക്ക് വന്നാൽ കോളേജിന്റെ മാനേജ്മെന്റ് അതോറിറ്റിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. ദാറ്റ് മീൻസ് കുട്ടികളുടെ അഡ്മിഷന്റെ കേസ്, അവിടെ ടീച്ചേഴ്സിനോ അതുപോലെ പ്രിൻസിപ്പളിനോ അല്ല തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവുക പവർ, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിനോ അല്ല തീരുമാനങ്ങൾ എടുക്കുന്ന പവർ. എത്ര പെർസെൻറ്റേജ് ക്രൈറ്റീരിയ ഉണ്ടാവണം, ആ ഡിസിഷൻ എടുക്കുന്നത് ആരാണ്, ടോപ്പ് ലെവലാണ്. പക്ഷെ ക്ലാസ് റൂം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ലോവസ്റ്റ് ലെവലായിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ആ റിസൾട്ട് HOD-യിലേക്കും HOD മുഖേന അത് പ്രിൻസിപ്പളിലേക്കും ഫോർവേഡ് ചെയ്യുന്നു. ഇതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? That means centralization refers to the systematic effort to delegate to the lowest levels all authority except that which can only be exercised at a central point. Then the centers of decision making are dispersed throughout the organization. അപ്പോൾ ഓർഗനൈസേഷൻ ത്രൂ ഔട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഡിസിഷൻസ് എടുക്കാനുള്ള അതോറിറ്റി സ്പ്രെഡ് ചെയ്ത് പോവലാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ദ എസൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഈസ് ദ ട്രാൻസ്ഫറൻസ് ഓഫ് അതോറിറ്റി ഫ്രം ഹയർ ലെവൽ ടു ദ ലോവർ ലെവൽ. അപ്പൊ ആ ലോവർ ലെവലിലേക്ക് ഹയർ ലെവലിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ എന്താണ്, ഡെലിഗേറ്റ് ചെയ്ത് പോവലാണ് ഡീസെൻട്രലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. Okay, then define centralization according to Allen. Allen's definition പ്രകാരം അല്ലെങ്കിൽ അലന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രലൈസേഷൻ? The systematic and consistent reservation of authority at central points in an organization. ഒരു രാജ്യത്തിന്റെ പാർലമെന്റിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അതിന്റെ സെൻട്രൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ആ സെൻട്രൽ പോയിന്റിൽ എടുത്തുള്ള തീരുമാനം ആ രാജ്യം ഒട്ടാകെ നടപ്പിലാക്കുന്നു. അതാണ് ഇവിടെ അലൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ദ സിസ്റ്റമാറ്റിക് ആൻഡ് കൺസിസ്റ്റന്റ് റിസർവേഷൻ ഓഫ് അതോറിറ്റി അറ്റ് എ സെൻട്രൽ പോയിന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഫോമിനകത്തേക്ക് വരുമ്പോൾ ആ ഫോമിനകത്തുള്ള മേജർ ആയിട്ടുള്ള ഡിസിഷൻ, ഇപ്പൊ എത്ര സെയിൽസ് ഉണ്ടാവണം, എന്ത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ സെയിൽസ് നടത്തണം, ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റബിലിറ്റി ഉണ്ടാക്കേണ്ടത്, അതിന്റെ പൊസിഷൻ എങ്ങനെ ആയിരിക്കണം, ദെൻ ഏത് സ്ട്രാറ്റജീസ് ആണ് മാർക്കറ്റിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ ചൂസ് ചെയ്യാനുള്ള അതോറിറ്റി ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. അത് ഇംപ്ലിമെന്റ് ചെയ്യിക്കുന്നു മറ്റു ലോവർ ലെവൽസിലൂടെ. ഓക്കെ, ദെൻ അതോറിറ്റി സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. Then what is the difference between delegation and decentralization? അപ്പോൾ എന്താണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്? Then delegation means the entrustment of responsibility and authority from one individual to another. ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് എന്ത് ചെയ്യാണ്, അതോറിറ്റീസും അതുപോലെ റെസ്പോൺസിബിലിറ്റീസും എൻട്രസ്റ്റ്മെന്റ് ഉണ്ടാവുകയാണ്. അത് നടപ്പിലാക്കാനുള്ള ഒരു പവർ അറ്റൈൻ ചെയ്ത് പോവുകയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്തായിരിക്കും ഡീസെൻട്രലൈസേഷൻ? ദ സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പാർലമെന്റിൽ എടുക്കുന്ന ഡിസിഷൻ എന്താണ്, ത്രൂ ഔട്ട് ദ കൺട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക.
ഇത് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യലാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ മേജർ ഡിഫറൻസ് ഓഫ് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇതാണ്. അതായത് ആരാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, ആരാണ് ഡീസെൻട്രലൈസേഷൻ നടത്തുന്നത്, ആർക്കാണ് ഡീസെൻട്രലൈസേഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ആർക്കാണ് ഡെലിഗേഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, then second point, delegation is a must for management. Delegation is a must for management. ഇപ്പോൾ മാനേജ്മെന്റിന് അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിഗേഷൻ നടത്തിയേ പറ്റും. ദെൻ ഡീസെൻട്രലൈസേഷൻ ഈസ് ഓപ്ഷണൽ. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഓപ്ഷണൽ ആണ്. അങ്ങനെ ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ് നടത്തിക്കൊള്ളുന്നില്ല. ഒരു സ്മോൾ സ്കെയിൽ അണ്ടർടേക്കിംഗ് ആണ്. ഓക്കെ, ഒരു സ്മോൾ സ്കെയിൽ അണ്ടർടേക്കിങ്ങിന് എന്തില്ല, ഡീസെൻട്രലൈസേഷൻ പ്രോസസ് നടത്തിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അളവ് കുറവായിരിക്കും, പ്രൊഡക്ഷന്റെ അളവ് കുറവായിരിക്കും, യൂസ് ചെയ്യുന്ന മെഷീനറീസിന്റെ അളവ് കുറവായിരിക്കും, ക്യാപിറ്റൽ കുറവായിരിക്കും. ഇവിടൊക്കെ എന്ത് മാത്രം മതി, സെൻട്രലൈസേഷൻ പ്രോസസ് മതി. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഡീസെൻട്രലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ പ്രോസസ് എന്താണ്, ഓപ്ഷണൽ ആണ്. പക്ഷെ ഡെലിഗേഷൻ ഈസ് മസ്റ്റ് ഫോർ മാനേജ്മെന്റ്. അത് ഡെലിഗേഷൻ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് മാനേജ്മെന്റിന്റെ പ്രീ പ്ലാൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് നടത്തിയേ പറ്റൂ. ഓക്കെ, then third one, the person who delegates authority keeps the power to control with himself. Then the person who delegates authority, ആരാണോ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, then keeps the power to control with himself. അപ്പൊ അയാൾ എന്ത് ചെയ്യണം, അയാൾ ഏതൊരു ഇൻഡിവിജ്വലിനാണോ അയാളുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് കൺട്രോൾ ചെയ്ത് പോകാനുള്ള പവറും അയാളിൽ തന്നെ നിക്ഷിപ്തമാണ്. Then the authority to control may also be delegated to the lowest levels. അതായത് ഡീസെൻട്രലൈസേഷനിലേക്ക് നമ്മൾ കടന്ന് ചിന്തിച്ചാൽ the authority to control may also be delegated to the lowest levels. ഏത് ലെവലിലേക്കാണോ നമ്മൾ അത് കൺട്രോൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഡീസെൻട്രലൈസ് ചെയ്തിട്ടുള്ളത്, ദെൻ ആ ഡീസെൻട്രലൈസ് ചെയ്ത് കിട്ടിയിട്ടുള്ള യൂണിറ്റിന് അല്ലെങ്കിൽ സെക്ഷന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനായിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക, അതോറിറ്റിയും കൺട്രോളും ഉണ്ടായിരിക്കുക. ഡീസെൻട്രലൈസേഷൻ പ്രോസസ്. ഓക്കെ, ദെൻ ഡെലിഗേഷൻ ഇറ്റ് ഈസ് എ പ്രോസസ്. ഡെലിഗേഷൻ എന്താണ്, ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ്. ദെൻ ഡീസെൻട്രലൈസേഷൻ ഇറ്റ് ഈസ് ദ എൻഡ് റിസൾട്ട്. ദാറ്റ് മീൻസ് ടോപ്പ് ലെവലിൽ എടുത്തിട്ടുള്ള ഡിസിഷന് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അവർക്ക് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്നു. അതാണ് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്. അപ്പോൾ ആ ഒരു പവർ, അതവിടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൺട്രോളും ഡയറക്ഷനും എവിടെ കിടക്കുന്നത്, ലോവസ്റ്റ് ലെവലിൽ. ഓക്കെ, ദെൻ ഡെലിഗേഷനിലെ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഗിവ്സ് ഗുഡ് റിസൾട്ട് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഡെലിഗേഷൻ നടത്തിയാൽ നമ്മൾ പറഞ്ഞു പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ വർക്ക് ടോട്ടൽ എംപ്ലോയീസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കലാണ് ഇവിടെ ഡെലിഗേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, അത് ഓരോ ആളുകളുടെ കേപ്പബിലിറ്റി, അവരുടെ സ്കില്ല്, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാനും സാധിക്കും. ദെൻ ഡീസെൻട്രലൈസേഷൻ ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഇൻ ബിഗ് ഓർഗനൈസേഷൻസ്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീസെൻട്രലൈസേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ ആവശ്യകത ഇല്ല. വളരെ വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഫേമിന്, അതായത് അതിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് എല്ലാ പാർട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഡീസെൻട്രലൈസേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു പ്രൈം മിനിസ്റ്റർ, ഏതെങ്കിലും ഒരു കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർക്ക് ആ കൺട്രിയിലുള്ള മുഴുവൻ പ്രോസസ്സും എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യുന്നു, ഓരോ സെക്ഷനായിട്ട് ഡിഫറെന്റ് ഏരിയാസിന്റെ കൺട്രോളർ ആരാണോ, ഇപ്പോൾ അത് ചീഫ് മിനിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ആവാം, ദെൻ പഞ്ചായത്ത് ലെവലിലെ സെക്രട്ടറി ആവാം, അതെന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അവിടെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് എല്ലാ ഓർഗനൈസേഷനും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നില്ല, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോമിന് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഓപ്ഷണൽ. ഓക്കെ, ദെൻ delegation establishes superior subordinates relationship. Clear?
ഒരു ഡെലിഗേഷൻ പ്രോസസ് നടക്കുന്നത് സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്കാണ്. Then why? It is a step towards creation of semi-autonomous units. അപ്പോൾ വളരെ ഇൻഡിവിജ്വൽ ആയിട്ട് എനാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരു പവറാണ് ഡീസെൻട്രലൈസേഷനിലൂടെ കിട്ടുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്, കോർപ്പറേഷനിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറിമാരും മേയർമാരുമാണ് ഡിസിഷൻ എടുക്കുന്നത്. അതിനുള്ള സുപ്രീം പവർ മേയർക്കും സെക്രട്ടറിക്കും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അവിടെ പിന്നെ ആർക്കും കൺട്രോൾ ഇല്ല, ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള ഗവൺമെന്റിന് പൂർണ്ണമായിട്ടും കൺട്രോള് ഈ താഴെ ലെവലിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതേസമയം ഡെലിഗേഷനിൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന് പവർ പകർന്നു കൊടുക്കുകയാണ്. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ താൽക്കാലികമായി പകർന്നു കൊടുക്കലാണ് ഏത് ഡെലിഗേഷൻ പ്രോസസ്. Is it clear? Then next topic, need for decentralization in business houses. എന്താണ് ഡീസെൻട്രലൈസേഷന്റെ ആവശ്യകത? നീഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? Then number 1, relief to the top executive. Relief to the top executive. Relief to the top executives. Relief to the executives. Relief to the top executives. എന്താണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലുള്ള എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഒരു റിലീഫ് ആയിരിക്കും ഡീസെൻട്രലൈസേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ. Then it reveals top executives from excessive workload. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു വർക്ക് ലോഡിന്റെ വോളിയം റെഡ്യൂസ് ചെയ്തുകൊണ്ട് ദെൻ അവരുടെ മൈൻഡ് ഫ്രീ ആക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിലാക്സേഷൻ പ്രോസസ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഡീസെൻട്രലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഫ്യൂച്ചർ എക്സിക്യൂട്ടീവ്സ്. Development of future executives. Development of future executives. When subordinates acquire experience due to delegation of work, then they can decision within the sphere of authority. So a pool of talent can be created for promoting higher positions. Okay, for decentralization process allot ചെയ്ത് കൊടുത്താൽ അവിടെ ഡിസിഷൻ എടുക്കാനുള്ള അതോറിറ്റിയും ദെൻ അതോടൊപ്പം അതിന്റെ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ജനറേറ്റ് ചെയ്യുന്നു. സോ എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യുന്നു, അതോട് ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം ഓരോ ഇൻഡിവിജ്വൽസിന്റെയും സ്കില്ല് സെൽഫ് ഡെവലപ്മെന്റ് ക്രിയേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ടോപ്പ് എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ പ്രോസസ്. സോ ഡെവലപ്മെന്റ് ഓഫ് ഫ്യൂച്ചർ എക്സിക്യൂട്ടീവ്സ്. ദെൻ highly motivational. നല്ല ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ്. ദാറ്റ് മീൻസ് ഡിസിഷൻസ് എടുക്കുവാനുള്ള പവർ അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ ആ ഒരു ഗ്യാങ്ങിനെ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അപ്പോൾ അവരും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഒരു അസംഷന് ഇവിടെ ക്രിയേഷൻ ഉണ്ടാകും. ഡീസെൻട്രലൈസേഷൻ ഗീവ്സ് ടു സബോർഡിനേറ്റ്സ് ദ ഫ്രീഡം ആക്ട് ആൻഡ് മേക്ക് ഡിസിഷൻസ്. വളരെ ഫ്രീ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പവർ അലോട്ട് ചെയ്തു. It gives him a feeling of status and recognition. അംഗീകാരങ്ങൾ. That means അവരുടെ അതേ ലെവലിലേക്ക് എന്നെയും കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ടീമിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള എടുക്കാനുള്ള ഒരു പവർ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളെ കൺസിഡർ ചെയ്തത് എന്നുള്ള ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് എക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡീസെൻട്രലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. Then fourth one, better coordination of activities. Better coordination of activities. Better coordination of activities. Fourth one.
better coordination of activities. Better coordination of activities. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഓരോ ആളുകളുടെയും ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും, അതിന്റെ റിസൾട്ട് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. സോ അത് ഈസിലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടലി ആ ഓർഗനൈസേഷന്റെ റിസൾട്ട് നല്ല ബെറ്റർ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. That means the activities of an organization can be easily controllable by each and every persons. Then fifth one, leads to prompt actions and quick decisions. Actions and quick decisions. It leads to prompt actions and quick decisions. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും then പെട്ടെന്ന് ആക്ടിവിറ്റീസിലേക്ക് കൺവേർട്ട് ചെയ്തു പോകാനും എന്ത് ചെയ്യുന്നു, ഡീസെൻട്രലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻസിന് വേണ്ടിയിട്ട്, അതായത് കടലാസിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള റിട്ടൺ മാറ്റർ ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതിനുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഏതിലൂടെ? ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിലൂടെ. The subordinates are not required to wait for the guidance from higher level or top executives. അപ്പോൾ ഇതിനൊരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ആരുടെയെങ്കിലും മക്കളിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്നുള്ള ആ ഒരു വെയിറ്റിംഗ് എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദെൻ ഇഫക്റ്റീവ് കൺട്രോൾ. 6th one, ഇഫക്റ്റീവ് കൺട്രോൾ. ഇഫക്റ്റീവ് കൺട്രോൾ വളരെ ഈസിലി ആ ഓർഗനൈസേഷന്റെ ഓൾ ആക്ടിവിറ്റീസ് ടോട്ടലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി. In decentralization, the responsibility is much more specific. It helps to control the organization effectively. വളരെ സുഗമമായിട്ട് ഓർഗനൈസേഷന്റെ എല്ലാ പാർട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. Then next topic, limitations of decentralization. വളരെ ഇറലവന്റ് ആയ ടോപ്പിക്കാണ് അധികവും എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഡീസെൻട്രലൈസേഷൻ്റെ, ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ക്ലിയർലി ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് ഡീസെൻട്രലൈസേഷൻ്റെ ലിമിറ്റേഷൻ? ലിമിറ്റേഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ പറഞ്ഞു ഇത്രയും ആവശ്യങ്ങൾക്കൊക്കെ നീഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തായിരിക്കും, ഒത്തിരി ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും അതിനുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ലിമിറ്റേഷൻ ആണ് ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് ഒരു ഫോമിൽ ഇംപ്ലിമെന്റ് ചെയ്താലുണ്ടാവുക. ഇതൊക്കെ എന്തിനാണ്, നമ്മളൊരു കമ്പനിയിലെ ഒരു മാനേജറായിട്ട്, ഒരു വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡോമിനൻറ്റ് കമ്പനിയിലെ ഒരു ഡിഗ്രി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു MBA കോഴ്സൊക്കെ കഴിഞ്ഞു നമുക്കൊരു ഫോമിനകത്ത് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഒരു മാനേജർ എന്നുള്ള പോസ്റ്റിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണ് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിൽ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് സെലക്ഷൻ കിട്ടിയതെങ്കിൽ അവിടെ ഡീസെൻട്രലൈസേഷൻ വേണോ, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോരായ്മകൾ എന്തായിരിക്കും, എങ്ങനെ അത് ഫോമിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ലെറ്റ്സ് ഗോ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. Then due to decentralization of authority നമ്മൾ ഡീസെൻട്രലൈസേഷൻ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് decision making process creates problems of coordination among various levels. Clear? അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒത്തിരി ലെവൽസ് ഉണ്ട്, മേജർലി ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽ. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പാർട്ട് ഒഴികെ റിമൈനിങ് പാർട്ട് ഓൾ ലെവൽസിലേക്ക് എന്ത് ചെയ്യാണ്, ഡെലിഗേറ്റ് ചെയ്ത് പോവാണ്. ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, ഇങ്ങനെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ദാറ്റ് ക്രിയേറ്റ്സ് ദ പ്രോബ്ലം ഓഫ് കോഓർഡിനേഷൻ among the various levels. അതേസമയം ഒരു സുപ്രീം അതോറിറ്റി തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ, ഗൈഡൻസ് ഓർ ഐഡിയാസ് ആണ് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രോളിലാണ്
ഓൾ എംപ്ലോയീസും ഓൾ പാർട്ട് ഓഫ് ഓർഗനൈസേഷനും എനാക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി കോർഡിനേറ്റ് ചെയ്യാം, ഈസിലി കൺട്രോളും ചെയ്യാം. ഓക്കെ. അതേസമയം ഡിഫറെന്റ് സെക്ടർ അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയാസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്ട് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഡിസിഷൻ എടുക്കുന്നത് അവരുടെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ ലൈൻസിലാണ്. സോ അതിന്റെ റിസൾട്ട് മാത്രമേ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ആളുകൾ എടുക്കുന്നതും ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡിൽ, ഡിഫറെന്റ് സ്കില്ലിൽ, ഡിഫറെന്റ് എബിലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ റിസൾട്ടും ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ കോർഡിനേഷൻ വർക്കും കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടാലന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ then delegation process creates problems of coordination among the various levels. അപ്പോൾ ഡിഫറെന്റ് ലെവൽസിൽ കോർഡിനേഷൻസിന് പ്രോബ്ലംസ് ഉണ്ടാവും. ഫസ്റ്റ് വൺ കോഓർഡിനേഷൻ പാർട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത്. ഓക്കെ. സെക്കൻഡ് വൺ യൂണിഫോമിറ്റി ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഈസ് നോട്ട് പോസിബിൾ. Okay, uniformity, that means lack of uniformity. ഏതിലാണ് യൂണിഫോമിറ്റി ഇല്ലാതിരിക്കുക? യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാതിരിക്കുക പ്രൊസീജിയറിലും പോളിസീസും. അപ്പൊ എന്തായിരിക്കണം പ്രൊസീജിയർ ഓർ പ്രോട്ടോകോൾ? എന്തായിരിക്കണം റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്? ദാറ്റ് ഈസ് പോളിസീസ്. ഓക്കെ. അപ്പോൾ പോളിസീസിലും പ്രൊസീജിയേഴ്സിലും എന്തായിരിക്കും? യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്കിങ് സെക്ടർ. ഓക്കെ. ഇപ്പോൾ റിസർവ് ബാങ്ക് ആണ് ഓൾ നാഷണലൈസ്ഡ് ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കും, മണി ലെൻഡേഴ്സ്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ദെൻ അർബൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ദെൻ മണി ലെൻഡേഴ്സ് ഈ പറയുന്ന എല്ലാ സെക്ടറിലും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എല്ലാവരും ചെയ്യുന്ന പ്രോസസ് സെയിം ആണ്. ദാറ്റ് മീൻസ് ലെൻഡിങ് ഓഫ് മണി ടു ദ ജനറൽ പബ്ലിക്. ആക്ടിവിറ്റീസ് സെയിം ആണ്, പക്ഷെ അതിൻ്റെ മേലെ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറെൻ്റ് ആണ്. കാരണം റിസർവ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്ന ഓൾ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, അത് ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ ലെൻഡിങ്ങിനാവട്ടെ സെയിം റേറ്റ് ആയിരിക്കും. പക്ഷെ കോപ്പറേറ്റീവ് ബാങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. മണി ലെൻഡേഴ്സിന് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിക്ക്, ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഡിഫറെൻ്റ് റേറ്റ് ആണ്. ഓക്കെ. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ്, ഡിഫറെൻ്റ് ഇവന്റ് കൺട്രോൾ ചെയ്തു പോകുന്നത് പോലെ ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ് നടത്തിയാൽ പ്രൊസീജിയറിലും അതുപോലെ പോളിസീസിലും യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. The next one, qualified and trained personnel are required to accept authority. Then small business concerns are not able to afford the financial burdens. എന്നല്ല, സ്മോൾ യൂണിറ്റ്സിന് ഒരിക്കലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്മോൾ യൂണിറ്റിന് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു സ്മോൾ യൂണിറ്റ്സ്. അപ്പോൾ വളരെ ഫിനാൻഷ്യലി സെറ്റപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര വെൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്തിട്ടുള്ള ഫോമിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു ഡെസിഷൻ എടുക്കണം, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മേജർ പാർട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് പോകണം എന്ന് പറയുമ്പോൾ അതെടുക്കാനുള്ള ആ ഒരു കറേജ് അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ആറ്റിറ്റ്യൂഡ്, അതിന് ഇനിഷ്യേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. എല്ലാ ആളുകൾക്കും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഫോമിനകത്ത് അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയും ആവശ്യമായി വരും. ഇതെന്ത് ചെയ്യാൻ പറ്റില്ല? സ്മോൾ യൂണിറ്റ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് കപ്പാസിറ്റീസിലാണ്. Then it is not possible if the enterprise is a big one. അപ്പോൾ ഒരു ബിഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഇതെന്തല്ല, ഇത് പോസിബിൾ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ക്വാളിഫൈഡ് ഓർ ട്രെയിൻഡ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് പേഴ്സൺസിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിന് ഉള്ളത്.